ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതിനെ തുടർന്ന് കാർ തോട്ടിലേക്ക് വീണ് അപകടം. മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന ഹൈദരാബാദ് സ്വദേശികളായ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സനോജ് ചേരുന്നു. സനോജ്, കാറിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. സനോജ്, എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഷമി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത്. കാർ തോട്ടിലേക്ക് മറിയാനുണ്ടായ കാരണം, അതായത് മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്കുള്ള യാത്രാമധ്യേ ഹൈദരാബാദ് സ്വദേശികളായ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കാറ് കരയ്ക്ക് കയറ്റാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ കാർ അപകടത്തിൽപ്പെടുമ്പോൾ ഈ കാറിനുള്ളിൽ ഒരു സ്ത്രീയും 4 പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത്. വാഹനം വളവ് വീശിയെടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് കാറിനുണ്ടായിരുന്ന ആളുകൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഈ കാർ അപകടത്തിൽപ്പെടുന്നതിന് മുമ്പ് തന്നെ കാറിലുണ്ടായിരുന്ന 4 പേരും ഡോർ തുറന്ന് വളരെ വേഗത്തിൽ പുറത്തിറങ്ങിയതാണ് വലിയൊരു ദുരന്തം വഴിമാറുവാൻ ഇടയാക്കിയത്. വാഹനത്തിലുണ്ടായിരുന്നത് ഒരു സ്ത്രീയും 4 പുരുഷന്മാരുമായിരുന്നു. അപകടത്തിൽ ആർക്കും ഗുരുതരമായ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നതും ഏറെ ആശ്വാസകരമായ കാര്യമാണ്. വലിയൊരു ദുരന്തം വഴിമാറി എന്നുള്ളതാണ് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ കാർ കരയ്ക്ക് കയറ്റാൻ വേണ്ടിയുള്ള ഈ അപകടത്തിൽപ്പെട്ട് ഈ തോട്ടിലേക്ക് പതിച്ച കുറുപ്പുന്തറ കടവിൽ ആണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ആ കടവിലെ തോട്ടിൽ പതിച്ച കാർ ഇപ്പോൾ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്ത് ഇറങ്ങിയതിനെ തുടർന്ന് ഈ തോട്ടിലെ ഇരുകരകളും കവിഞ്ഞ് തോട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള വെള്ളം ഒഴുക്കുണ്ടായിരുന്നു. വാഹനം അപകടത്തിൽപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവർ രക്ഷപ്പെട്ടതാണ് വലിയൊരു ദുരന്തം വഴിമാറുവാൻ സഹായകരമായത്. ഷമ്മി, സനോജ്, എങ്ങനെയായിരുന്നു സംഭവം? അതിൻ്റെ ഒന്ന് വിശദമായി ഈ അപകടത്തിൻ്റെ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? ഷമി, 3 പേർ, ക്ഷമിക്കണം 4 പേര്, അതവരെ മൂന്നാറിലെ സന്ദർശനങ്ങളൊക്കെ പൂർത്തിയാക്കി ആലപ്പുഴയിലേക്കുള്ള യാത്രാമതി. അവർ ഹൈദരാബാദ് സ്വദേശികളാണ്. ഈ മൂന്നാറിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവർ ഹൈദരാബാദിലേക്ക് പോവുകയായിരുന്നു. ഹൈദരാബാദിലേക്ക് പോകുവാൻ വേണ്ടി അവർ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് സഞ്ചരിച്ചത്. ആ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കുന്നതിനിടയിൽ കുറുപ്പുന്തറ വഴിയാണ് അവർ മൂന്നാറിൽ നിന്നും സഞ്ചരിച്ച സഞ്ചാരപാതയായി തെരഞ്ഞെടുത്തത്. അങ്ങനെ ഗൂഗിൾ മാപ്പ് കണ്ടെത്തി അവർ ഈ സഞ്ചരിക്കുന്നതിനിടയിൽ ഈ കാറ് കുറുപ്പന്തറ കടവിന്റെ ഭാഗത്തേക്ക് വഴി കാണിക്കുകയും പിന്നീട് വളവ് വീശിയെടുക്കുന്നതിനിടയിൽ ഈ കാറ് അപകടത്തിൽപ്പെടുകയുമായിരുന്നു. കാർ അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ, അതായത് കാർ അപകടത്തിലേക്ക് പോകുന്നുവെന്ന കണ്ട് ഈ കാറിലുണ്ടായിരുന്ന ആളുകൾ ഡോറ് തുറന്ന് പുറത്തു ചാടി എന്നുള്ളതാണ് അവർ നൽകുന്ന വിവരം. അങ്ങനെ അവർ പുറത്തു ചാടിയതിന്റെ അടിസ്ഥാനത്തിൽ കാറ് വെള്ളത്തിൽ പതിക്കുകയും എന്നാൽ കാറിലുണ്ടായിരുന്ന ആളുകൾ സുരക്ഷിതമായി രക്ഷപ്പെടുകയുമായിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയും 3 പുരുഷന്മാരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ടവർക്ക് കാര്യമായ പരിക്കുകളില്ല എന്നതും ഏറെ ആശ്വാസകരമാണ്. അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് സംഭവിച്ചത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുൻപും പല സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ മഴക്കാലത്ത് വഴിതെറ്റിപ്പോയി ആളുകൾ പുഴയിൽപ്പെടുന്ന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മരണം പോലും സംഭവിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വഴിതെറ്റുകയും അവർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുകയും ചെയ്തത്. എന്നാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം. ഷമി, എപ്പോഴായിരുന്നു സനോജ് ഈ അപകടം സംഭവിച്ചത്? ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമായിരുന്നു അപകടം സംഭവിച്ചത് എന്നാണ് അവർ നൽകുന്ന വിവരം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവർ രാവിലെ മുതൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. വെള്ളം ഉയർന്ന് ഇതിനെ തുടർന്ന് കാർ ആദ്യഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കാറ് വളരെ വ്യക്തമായ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അപകടത്തിൽപ്പെട്ട കാറ് പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ, പ്രായം ചെന്ന ആ പ്രദേശത്തുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാർ അല്പസമയത്തിനകം പുറത്തെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാറ് കരയിലേക്ക് വലിച്ചു കയറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഷമി, ഈ കാറിൽ ഉണ്ടായിരുന്നവർ ഇപ്പോഴെവിടെയാണ്? അവര് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ വിശദമാക്കിയിട്ടുണ്ടോ? അവര് സുരക്ഷിതമാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അവര് 4 പേരായിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടെയുള്ള 4 സംഘമായിരുന്നു. ഇവർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അവർ 4 പേരും സുരക്ഷിതരാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഗൂഗിൾ മാപ്പ് നോക്കി പോയ ആളുകളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുമ്പും സമാനമായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും വലിയൊരു ദുരന്തം വഴിമാറിയതിന്റെ ആശ്വാസത്തിലാണ് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ. ഷമി.
സനോജ്, ഇവർ മൂന്നാറിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത കാറാണോ അതോ ഇവരുടെ ഏതെങ്കിലും പരിചയത്തിലുള്ള വാഹനമാണോ? അങ്ങനെ അത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതോ ഇവര് 4 പേർ മാത്രമായിരുന്നു കാറിലുണ്ടായിരുന്നത്. ആ കാർ അവരുടെ സ്വന്തം കാർ തന്നെയായിരുന്നു. ഇവർ തന്നെ ഓടിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും ഡ്രൈവർ ടാക്സി വാഹനങ്ങളായിരുന്നില്ല, സ്വകാര്യ വാഹനമായിരുന്നു. അവർ സഞ്ചരിച്ച വാഹനമാണ്. ആ വാഹനത്തിലാണ് ഈ ഹൈദരാബാദ് സ്വദേശികളായ നാലംഗ സംഘം യാത്ര ചെയ്തിരുന്നത്. ഇവർക്ക് വഴിയെക്കുറിച്ചുള്ള പരിചയക്കുറവും ഈ അപകടത്തിനൊരു കാരണമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഗൂഗിൾ മാപ്പ് നോക്കി വരുന്നതിനിടയിൽ ഈ പുഴയുടെ സമീപം വളവുണ്ടായിരുന്നു. ആ വളവ് വീശിയെടുക്കുന്നതിനിടയിൽ പുഴയിലേക്ക് കാറ് നിയന്ത്രണം വിട്ട് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. സനോജ, ഇപ്പോൾ ഈ കാറ് പുറത്തേക്ക് ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചെടുക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് യാത്രക്കാർ ഇതിനുള്ളിൽ പെട്ടുപോയിരുന്നുവെങ്കിൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത്രമാത്രം വെള്ളം ആ തോട്ടിലുണ്ട് എന്നുള്ളതാണ്. ഈ വാഹനം ഏതാണ്ട് പൂർണ്ണമായും മുങ്ങുന്ന തരത്തിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഭാഗ്യം കൊണ്ട് തന്നെ അവർ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. വാഹനം ഏതാണ്ട് വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങിപ്പോകുന്നു. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ആ വാഹനം, അപകടത്തിൽപ്പെട്ട വാഹനം പുറത്തേക്ക് എടുക്കുന്നു എന്നുള്ളതാണ്. ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ സഞ്ചാരികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കുമ്പോഴാണ് ഇവർ പരിചയക്കുറവ് കാരണം ഈ തോട്ടിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വണ്ടി വെള്ളത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ തന്നെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ 4 പേർക്കും കഴിഞ്ഞു. 3 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഹൈദരാബാദ് സ്വദേശികളാണ് അപകടത്തിൽ പെട്ടത്. വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് തന്നെ 4 പേരും ഡോറ് തുറന്ന് രക്ഷപ്പെട്ടതിനാൽ വാഹനം മാത്രമാണ് വെള്ളത്തിലേക്ക് പതിച്ചത്. രാത്രി ഏതാണ്ട് 12 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് സനോജ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ കാറ് പുറത്തേക്ക് എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറുപ്പുംതുറയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്. മഴ പെയ്ത് വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഉണ്ട്. അവര് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. അവർ വള്ളത്തിൽ സഞ്ചരിച്ചാണ് ആദ്യഘട്ടത്തിൽ ഈ വാഹനം കണ്ടെത്തിയത്. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് ഈ തോട് ഒഴുകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ കാറ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ കാറ് കണ്ടെത്തിയത്. ഈ കാറ് കണ്ടെത്തിയ ശേഷം പിന്നീട് അത് കരയ്ക്ക് കയറ്റുന്നതിനുള്ള ശ്രമമാണ് നടന്നത്. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ തടിയൊക്കെ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വലിയ ലോറികളിൽ കയറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ ക്രെയിൻ സംഭവ സ്ഥലത്തെത്തിച്ച് വടം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കാറ് കരയ്ക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കാണാൻ പ്രദേശവാസികളായിട്ടുള്ള നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു അപകടമായിരുന്നു. ആ അപകടത്തിൽ 4 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാര്യമായ പരിക്കുകളില്ലാതെ അവർ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം. വലിയൊരു ദുരന്തമാണ് വഴിമാറിയത് എന്ന് വേണം പറയാൻ. ഷമി, സനോജാണ് വിവരങ്ങൾ നൽകുന്നത്. കോട്ടയം കുറുപ്പന്തറയിൽ 4 പേർ സഞ്ചരിച്ചിരുന്ന കാറ് തോട്ടിലേക്ക് വീണു. നിറയെ വെള്ളമുള്ള തോട്ടിലേക്കാണ് വീണത്. പക്ഷേ അപകടം ഒന്നും ഉണ്ടായില്ല. കാറ് മാത്രമാണ് വെള്ളത്തിലേക്ക് പോയത്. ബാക്കി സഞ്ചാരികളായ 4 പേരും ഡോറ് തുറന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. രാത്രി ഏതാണ്ട് 12 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത്. ഇപ്പോൾ ആ കാറ് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നു എന്നുള്ളതാണ്. ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കുമ്പോഴാണ് ഇവർ ഈ അപകടത്തിൽ പെട്ടത് എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. പരിചയമില്ലാത്ത വഴിയിലൂടെ രാത്രി സഞ്ചാരം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത്. കനത്ത മഴയിൽ പല സ്ഥലങ്ങളിലും വലിയ തോതിൽ വെള്ളം ഉള്ള ഒരവസ്ഥയുണ്ട്. ഇവർക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. മൂന്നാറിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്നു ഹൈദരാബാദ് സ്വദേശികളായ 4 പേര്. 3 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. അവരാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളത്തിലേക്ക് കാറ് പൂർണ്ണമായും വീഴുന്നതിന് മുമ്പ് തന്നെ ഡോറ് തുറന്ന് അവർ ചാടി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ഈ കാർ പുറത്തേക്ക് എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.